നമ്മൾ ഓറിയന്റേഷൻ എന്ന് പറയുന്ന ജേണിയുടെ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കടന്നു വന്നിട്ടുള്ള ഓരോ സെഷൻസിലൂടെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഇപ്രാവശ്യത്തെ ഓറിയന്റേഷൻ 8.0യുടെ ഒരു തീം ഉണ്ടായിരുന്നു, ഡിസ്കവർ ലേൺ അച്ചീവ് എന്ന് പറയുന്നത്. അതായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ തീം. അപ്പൊ ആ ഒരു തീം കറക്റ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തിലോട്ട് എത്തുന്ന രീതിയിലാണ് നമ്മൾ ഓറിയന്റേഷന്റെ ഒരു 10 സ്റ്റേജസ് ലാസ്റ്റ് ഈ 10th സ്റ്റേജിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ ഇനീഷ്യലി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സേ ഹലോ ടു എന്ന് പറയുന്ന ഒരു സെഷനിലൂടെ നിങ്ങളെ ബാച്ച്മേറ്റ്സിനെ നിങ്ങൾ പരിചയപ്പെട്ടു. പിന്നെ വോക്ക് വിത്ത് ഇഗ്നോ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നിങ്ങൾ ഇഗ്നോനെ കുറിച്ച് അറിഞ്ഞു. പിന്നീട് ലേൺ വിത്ത് ലേൺ വൈസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ലേൺ വൈസ് ആപ്പ് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതും, അതിനോടൊപ്പം തന്നെ അലുമിനി ടോക്ക് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് കൂടുതൽ സെഷൻസോട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അലുമിനി ടോക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മഡിൽ ത്രൂ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് അറിയാനായിട്ട് എൻമാസേ സെഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ മെന്റർഷിപ്പ് ടീമിനെ പരിചയപ്പെടാൻ. പിന്നെ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം എന്നാണെന്ന് പറയാനായിട്ട് അതിനുവേണ്ടി നമ്മളൊരു സെഷൻ നിങ്ങൾക്ക് വേണ്ടി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇന്നത്തെ ഈ സ്വിച്ച് ടോൺ എന്ന് പറയുന്ന സെഷനിലോട്ട് നിങ്ങൾ എത്തിയിരിക്കുന്നത്. സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്ന സെഷനിലൂടെ കടന്നുപോയി നിങ്ങളുടെ BBA എന്ന് പറയുന്ന നിങ്ങളുടെ പ്രോഗ്രാമിൽ എന്തൊക്കെ സബ്ജക്ട്സുകളാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു തന്നിരുന്നു. ഇതൊക്കെ നമ്മളുടെ ഒരു മോട്ടോ അല്ലെങ്കിൽ ഡിസ്കവർ ലേൺ അച്ചീവ് എന്ന് പറയുന്ന ആ ഒരു തീമിന് അനുസൃതമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഓറിയന്റേഷൻ സെഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ എന്ന് പറയുന്നത് സ്വിച്ച് ടോൺ എന്ന് പറയുന്ന ഒരു സെഷനാണ്. നമുക്കറിയാം, നമ്മൾ നോർമലി എന്ത് നല്ലൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഒരു വിളക്ക് കത്തിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ എന്ത് ചെയ്യാൻ പോവാണ്, നിങ്ങളുടെ അക്കാഡമിക് ജേണിയിലോട്ട് നിങ്ങൾ കാല് വെക്കാൻ പോവാണ്, അല്ലെങ്കിൽ അക്കാഡമിക് ജേണി ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് എല്ലാവരോടും എന്ത് പറയാണ്, നിങ്ങളുടെ കയ്യിലുള്ള വിദ്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അറിവ് എന്ന് പറയുന്ന ആ മീഡിയം അല്ലെങ്കിൽ ആ ഒരു പുസ്തകം നിങ്ങൾ ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങളോട് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, സ്വിച്ച് ഓൺ ചെയ്യാൻ പോവാണ്. നമ്മളുടെ അക്കാഡമിക് ജേണിയുടെ സ്വിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഓൺ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മളുടെ കൂടെ ഞാൻ ഒരു BBAയുടെ ഇനീഷ്യൽ സെഷനിൽ ഉണ്ടായിരുന്നു. എൻ്റെ പേര് രാഗി മാം എന്നാണ്, വീണ്ടും ഓർമ്മപ്പെടുത്തതാണ്. കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെന്ററാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മെന്ററായിട്ടുള്ള സ്നേഹ മാം ഉണ്ട്, വാണി മാം ഉണ്ട്, BCA ഡിപ്പാർട്ട്മെന്റിലെ മെന്ററായിട്ടുള്ള അർച്ചന മാം ഉണ്ട്, എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ മെന്ററായിട്ടുള്ള തഹസിൻ മാം ഉണ്ട്. അപ്പൊ അധികം സമയം ഞാൻ കളയുന്നില്ല. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ സെഷനിൽ നമ്മുടെ ലേൺ വൈസ് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു വെർച്വൽ പ്ലാറ്റ്ഫോം ഇത്രയും നല്ല രീതിയിൽ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഒരുപാട് പേര് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എൻമാസ്റ്റർ സെഷനിലൊക്കെ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടു. അപ്പൊ ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വിഷസ് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ നമ്മുടെ CEO ആയിട്ടുള്ള റഹീസ് സാർ വന്നിട്ടുണ്ട്. ഞാൻ റഹീസ് സാറിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. റഹീസ് സാർ, സാർ കേൾക്കാലോ അല്ലെ? Thank you, Ragiman, and warm good evening to everyone. അപ്പം നിങ്ങളുടെ ഇത് BBA ബാച്ച് ആണല്ലോ. അപ്പം ശരിക്കും നിങ്ങളുടെ ഈ കോഴ്സ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണ്. നിങ്ങളുടെ BBA നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ജോബ് പ്രോസ്പെക്ട്സ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണ്. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ നല്ല മാർക്കോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജോബ് മാർക്കറ്റിലേക്ക് അത്യാവശ്യം ഡിമാൻഡുള്ള കോഴ്സ് തന്നെയാണ്. പിന്നെ അതിന്റെ വാല്യൂ അഡീഷൻ പോലെ നിങ്ങൾ MBA ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി കുറച്ചും കൂടി കൂടിയേ ഉള്ളൂ. അപ്പം ഒരു MBAയിലേക്കുള്ള ഒരു ചവിട്ട് പടി എന്നോണം നിങ്ങൾക്ക് BBA കാണാം. അപ്പം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള ആ ഒരു കാൻഡിഡേറ്റ്സ് തന്നെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങൾ BBA ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും, ഈ BBAക്ക് ശേഷം ഞാൻ എന്ത്, എവിടെ, എങ്ങനെ എത്തണം എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാവും. അത് തീർക്കാനാണ് ലേൺവൈസ് ഉള്ളത്. നിങ്ങൾക്ക് അക്കാഡമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ റോഡ് ടു സക്സസ് എന്നുള്ള ഒരു സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ഫാക്കൽറ്റി വന്നിട്ട് നമ്മുടെ MBA ഫാക്കൽറ്റി ആണ് അത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവര് നിങ്ങൾക്ക് ഈ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലുള്ള സാധ്യതകളെ കുറിച്ചും കരിയർ
പ്രോസ്പെക്ട്സിനെ കുറിച്ചും അതിന്റെ ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റിയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇനിയും അതുപോലെയുള്ള ഒരുപാട് സെഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് അല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങളുടെ അക്കാഡമിക് ജേണി സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ മോഡിലാണ് പഠിക്കുന്നത്. അതായത് നിങ്ങൾ ഇഗ്നോയിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മളെല്ലാവരും ചെയ്യാറുള്ളത്, നമ്മൾ ഫസ്റ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് പോയി പഠിക്കാനാണ് നമ്മൾ ട്രൈ ചെയ്യാറുള്ളത്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നമുക്കത് പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും ബിസി ആയി പോയത് കൊണ്ട് തന്നെ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ഒരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പോയി പഠിക്കാനുള്ള ആ ഒരു അവസരം മിസ്സായിട്ടുണ്ട്. പക്ഷെ അവിടെ ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലേൺവൈസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു വിർച്വൽ കോളേജ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ലേൺവൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അതിൽ നമ്മൾ വെറും നിങ്ങൾക്ക് ആപ്പിലുള്ള ക്ലാസ്സസും കാര്യങ്ങളും കൊണ്ട് നിങ്ങൾക്ക് നൽകിയിട്ട് നമ്മൾ മാറി നിൽക്കുകയല്ല. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾ ആക്റ്റീവായിട്ട് പങ്കെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കാണുക. നിങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ മെന്ററെ വിളിച്ച് നിങ്ങൾ ചോദിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് എക്സ്ട്രാ സെഷൻസ് ഉണ്ട്. ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം 2.0 നമുക്ക് ലോഡിംഗ് ആണ്. അപ്പൊ അതിന് EPയുടെ ഫസ്റ്റ് സെഷനിൽ ഏകദേശം നമ്മളൊരു 6 മാസം അല്ലെങ്കിൽ 45 വീക്കുകളോളം നീണ്ടു നിന്നിട്ടുള്ള ലൈവ് സെഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ ഒരുപാട് പേര് അറ്റൻഡ് ചെയ്തിട്ട് അവരുടെ ഇംഗ്ലീഷ് ഒക്കെ ഇമ്പ്രൂവ് ആയിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ 2.0 വേർഷൻ നെക്സ്റ്റ് വേർഷൻ വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യണം എന്നുള്ള, അപ്പം അതിൽ ഏത് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും വരാം. ഇംഗ്ലീഷ് തീരെ അറിയാത്തവർക്കും, അല്ലെങ്കിൽ എന്റെ ഇംഗ്ലീഷ് കുറച്ചും ബെറ്റർ ആക്കണം എന്നുള്ള രീതിയിലുള്ളവരൊക്കെ അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് നടത്താൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൾച്ചറൽ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ വിർച്വലായിട്ട് തന്നെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ടാവും. അപ്പൊ അതിലൊക്കെ നിങ്ങൾ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് ആ ഒരു കോളേജ് എക്സ്പീരിയൻസ് മിസ്സാവാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നല്ല എക്സ്പീരിയൻസ് ലേൺവൈസിലൂടെ നൽകുന്നതായിരിക്കും. അപ്പൊ അതിലൊക്കെ നിങ്ങൾ ആക്റ്റീവായിട്ട് നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക് ജേർണി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാം. എല്ലാ ഹെൽപ്പിനും നമ്മൾ ലേൺവൈസ് കൂടെയുണ്ട്. അപ്പം നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെന്ററെ പെട്ടെന്ന് കണക്ട് ചെയ്യാം. മെന്റർ പറയുന്ന ഓരോ കാര്യങ്ങളും ആ രീതിയിൽ തന്നെ നിങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇപ്പൊ അലുമിനി ടോക്സിൽ നമുക്ക് ടോപ്പർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ലേൺവൈസിൽ അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെന്റർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ടൈം ടേബിൾ അനുസരിച്ച് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു പൊസിഷനിൽ എത്താൻ പറ്റിയതെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കൊക്കെ അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങൾക്ക് അടുത്ത 3 വർഷം കഴിയുമ്പോൾ പിന്നെ പലപ്പോഴും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ PBA നിങ്ങൾക്ക് 3 വർഷ കോഴ്സ് ആണെന്നാണ് ഇപ്പോഴുള്ളത്. അപ്പം അത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ആ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റിലോട്ട് ഒരിക്കലും മാറ്റി വെക്കരുത്. എക്സാം എടുക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാ പേപ്പറും ഒരുമിച്ച് ഒറ്റയടിക്ക് പഠിച്ചെടുക്കാൻ സാധിച്ചെന്ന് വരില്ല. അപ്പം എല്ലാവരും എന്താ ചെയ്യുക, കുറച്ച് പേപ്പർ എഴുതും, കുറച്ച് പേപ്പർ ബാക്കി അടുത്ത സൈക്കിളിലോട്ട് മാറ്റി വെക്കും. സെമസ്റ്റർ വൈസ് എക്സാം ആണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പം അങ്ങനെ വലിയ സമയമൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ ക്ലാസ്സസ് മുടങ്ങാണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതെപ്പോഴും നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടൈം ടേബിൾ ഒക്കെ റിലീസ് ചെയ്തിട്ട് ആ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഒരു 1 അവർ, ഒരു 1.5 അവർ തീർച്ചയായിട്ടും ഡെയിലി നിങ്ങൾ മാറ്റി വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാർക്കോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. പിന്നെ എന്നുള്ളത് ഇതിനോടെ സിലബസ് ആണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള അല്ലെങ്കിൽ നല്ല ടഫ് ആയിട്ടുള്ള സിലബസ് ആണ്. പക്ഷെ നിങ്ങൾ പേടിക്കണം, നമുക്ക് നല്ല ക്ലാസ്സസ് ഉണ്ട്, നമ്മുടെ മെന്റേഴ്സ് ഉണ്ട്, ഫാക്കൾട്ടീസ് എല്ലാവരും ഉണ്ട്. അപ്പം ഇതിന്റെ ഒരു സിലബസിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പലരും പല രീതിയിലുള്ള എക്സാംസിനും അതുപോലെ തന്നെ മറ്റ് നെറ്റ് എക്സാമിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇഗ്നോന്റെ സിലബസ് ആണ് എല്ലാവരും അതിന്റെ റിസോഴ്സസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇഗ്നോന്റെ ആ ഒരു സിലബസിന്റെ ഒരു വാസ്റ്റ്നെസ്സും അതുപോലെ തന്നെ അതിന്റെ ഒരു ക്വാളിറ്റിയും നിങ്ങൾക്ക് മനസ്സിലാവും. വെൽ പ്രൊഫസേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഇന്ത്യയിലെ അതായത് റിനൗണ്ട് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ് ഇഗ്നോയിലുള്ളത്. അപ്പം അതിന്റെ അപ്പം നിങ്ങൾ പഠിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് അത്രയും ക്വാളിറ്റി ഉള്ള സിലബസ് ആണ്. അപ്പം അത് ഓരോ ടൈമിലും അത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. വെറും ഒരു ഡിഗ്രി എടുത്ത് പാസ്സാവുക എന്നുള്ള അപ്പുറത്തേക്ക് നിങ്ങൾക്ക് അതിലൂടെ ഒരുപാട് സ്കിൽസ്, നോളജും ഒക്കെ അക്വയർ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ പരമാവധി ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് എല്ലാ ഹെൽപ്പിനും നമ്മുടെ ലേൺവൈസ് ടീം നിങ്ങളെ കൂടെ ഉണ്ടാവും. അപ്പം എല്ലാവർക്കും ഒരു ശോഭനമായിട്ടുള്ള ഒരു അക്കാഡമിക് ജേണി വിഷ് ചെയ്യാണ്.
and wish you all the very best to everyone. Thank you all. അപ്പോ റഹി സാർ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളുടെ അക്കാഡമിക് ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിൽ സാർ നിങ്ങളോട് എല്ലാവരോട് ജോയിൻ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് ഒരു ഒഫീഷ്യൽ ടൈം ടേബിൾ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നൊക്കെ രീതിയിലുള്ള ടൈം ടേബിൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ നിങ്ങൾക്ക് എന്താണ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈം ടേബിളിന്റെ ലോഞ്ചിങ്ങും കൂടി നമുക്ക് എന്താണ് ഇന്നത്തെ ദിവസം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈം ടേബിൾ എന്താണ്, എങ്ങനെ നിങ്ങൾ പഠിക്കണം, എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞു തരാനായിട്ട് നമ്മളുടെ കോഴ്സ് കോർഡിനേറ്റർ ആയിട്ടുള്ള അശോക് സാർ നമ്മളുടെ കൂടെയുണ്ട്. ഞാൻ അശോക് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സാറ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളെ മെന്റേഴ്സ് ആയിട്ടുള്ള രാഗ്യ മാം, സ്നേഹ മാം, അർച്ചന മാം എല്ലാവരും ഉണ്ട്. ഇപ്പൊ അവര് നിങ്ങളെ ഒഫീഷ്യലി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ലോഞ്ചും കാര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഫസ്റ്റ് സെഷനിൽ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ഇപ്പൊ നിങ്ങളുടെ 10ാമത്തെ ഓറിയന്റേഷനിൽ 10ാമത്തെ സെഷനിലാണ്. 10 ഡിഫറെന്റ് സെഷൻസ് ആണ് അല്ലെ, ഒരു ബ്രിഡ്ജ് കോഴ്സ് പോലെ നിങ്ങൾക്ക് ഒരു 10 ഡിഫറെന്റ് സെഷൻസ് തന്നിട്ട് ഇനിയാണ് നിങ്ങളുടെ കോഴ്സ് വർക്ക്. നിങ്ങളിവിടെ എല്ലാവരും ജോയിൻ ചെയ്തതിന് മെയിൻ ആയിട്ടുള്ള എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കണം, നിന്ന് പോയിട്ടുള്ള നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ കംപ്ലീറ്റ് ആക്കണം, അതല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ വന്നിരിക്കുക. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്കൊരു ടൈം ടേബിൾ വേണം. അപ്പൊ നിങ്ങൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ നമ്മൾ ചേർന്ന ആ ഒരു സമയത്ത് തന്നെ അറിയാം, നമുക്ക് ഫസ്റ്റ് ഡേ എന്തായാലും നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് വന്ന് നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ആണ് ആദ്യം തന്നെ നിങ്ങളെ ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ലേൺ വൈസും എക്സാക്ട് ആയിട്ട് നിങ്ങൾക്ക് ഒരു ആപ്പ് നിങ്ങൾ പർച്ചേസ് വിചാരിച്ച് നിങ്ങൾ എന്ത് വേണമെങ്കിൽ പഠിച്ചോ, അങ്ങനെ ഒരു സിസ്റ്റം അല്ല നമ്മൾ ഫോളോ ചെയ്യണേ. നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾ ഇവിടെ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഓരോ ദിവസം നിങ്ങൾ അക്കാഡമിക്കലി എന്ത് ചെയ്യണം, എന്ത് കോഴ്സ് പഠിക്കണം, എന്താണ് ഏത് ക്ലാസ് കാണുന്നത് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, എന്താണ് നമ്മൾ ഒരു ദിവസം ഇന്നത്തെ ദിവസം എന്താണ് 5th നമ്മൾ ഇന്നത്തെ ദിവസം മീൻസ് മൺഡേ മുതൽക്കാണ് നിങ്ങൾ കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൺഡേ മുതൽ നിങ്ങളെ ആപ്പിൽ ഏത് കോഴ്സ് കാണണം, ഏത് ലെസൺ കാണണം, അങ്ങനത്തെ ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. സോ നിങ്ങൾ എല്ലാവരും പെർമിഷൻ റഹീസ് സാർ ഉണ്ട്, അതുപോലെ മെന്റേഴ്സ് എല്ലാവരും പെർമിഷനോടും നിങ്ങളുടെ പെർമിഷനോടും കൂടി ഞാൻ നിങ്ങളുടെ ഈ ഒരു ജൂലൈ 24 BBA ജൂലൈ 24ന്റെ ടൈം ടേബിൾ ഞാൻ ലോഞ്ച് ചെയ്യാം, ഒന്ന് ഷെയർ ചെയ്യാമേ. ഓക്കെ, അപ്പൊ നിങ്ങൾ BBA ജൂലൈ 24 ബാച്ച് സെമസ്റ്റർ 1 നിങ്ങൾക്ക് അറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് സെമസ്റ്റർ സിസ്റ്റം ആണ് അല്ലെ. ബാക്കി ഇപ്പോൾ BCom കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് സെമസ്റ്റർ ആണെങ്കിൽ അവർക്ക് എക്സാം എഴുതാൻ നമുക്ക് ഒരു 1 ഇയർ കൂടുമ്പോഴാണ് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എക്സാക്ട് ആയിട്ട് നിങ്ങൾ ഇപ്പൊ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിസംബർ 1 നമുക്ക് ബാക്കി യൂണിവേഴ്സിറ്റീസ് പോയൊന്നല്ല, ഇഗ്നോ കറക്റ്റ് ആയിട്ട് ഡിസംബർ സെഷനിലെ എക്സാം ഡിസംബർ 1 അതുപോലെ ജൂണിലെ എക്സാം ജൂൺ 1 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. കറക്റ്റ് ആയിട്ട് ടൈം ഫ്രെയിമിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഡിസംബർ 1 നിങ്ങളുടെ എക്സാം വരുന്നില്ല, അവർ ആ ഒരു മൊത്തം കോഴ്സിന്റെ എക്സാം ഷെഡ്യൂൾ ചെയ്യുന്ന ഡിസംബർ 1 മുതൽക്കാണ്. നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, ചിലപ്പോൾ മിഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഡിസംബർ 1 മുതൽക്ക് ജാനുവരി പകുതി ആവുന്നതിന്റെ ഉള്ളിൽ, ജനുവരി 10ാം തീയതി ഉള്ള എല്ലാ എക്സാംസ് ഇഗ്നോ കംപ്ലീറ്റ് ചെയ്തതാണ്. സോ അപ്പൊ നിങ്ങളുടെ ആ ഒരു ടൈം ടേബിൾ ഫ്രെയിം വർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയം ആവുമ്പോൾ കംപ്ലീറ്റ് രീതി തന്നെ നമുക്ക് ഫോളോ ചെയ്തേ മതിയാവുള്ളൂ. സോ നിങ്ങൾക്ക് മെയിൻലി അല്ല, നിങ്ങൾക്ക് 4 സബ്ജക്ട് ആണ് സെമസ്റ്റർ 1 പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നിങ്ങളുടെ സിലബസ് ഡീകോഡിംഗ് സെഷനിൽ കൃത്യമായിട്ട് നിങ്ങൾ മെന്റേഴ്സ് പറഞ്ഞു തന്നിട്ടായിരിക്കും. ഇംഗ്ലീഷ് അറ്റ് ദ വർക്ക് പ്ലേസ്, ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്, എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്, ഈ 4 പേപ്പറാണ് നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ ഉള്ളത്. സോ നമ്മളുടെ ടൈം ടേബിളിൽ നമ്മൾ 2 പേപ്പറാണ് ആദ്യം തന്നെ സൈമിൾട്ടേനിയസ്ലി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇംഗ്ലീഷ് അറ്റ് ദ വർക്ക് പ്ലേസും ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റും. അപ്പൊ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം നമ്മുടെ ടൈം ടേബിൾ 2 ടൈം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ലെസൺ ടൈം 10:30 AM ആൻഡ് ലെസൺ ടൈം 7:30 PM. നിങ്ങൾ വീട്ടിലെ ബാക്കി എല്ലാം മാറ്റി വെച്ച് ഫുള്ളി ഡിവോട്ടഡ് ടു സ്റ്റഡീസ് മാത്രമുള്ള ഒരു ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈം തന്നെ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് രാവിലെ 10:30 അല്ലെങ്കിൽ വൈകുന്നേരം 7:00 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റഡി ടൈം ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതല്ല നിങ്ങൾക്ക് വേറെ കുറെ വർക്ക് ഉള്ളവരാണ്, നിങ്ങൾ ബിസിയാണ്, നിങ്ങൾ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ആയിട്ട് നിങ്ങൾ തിരക്കിലുള്ളവരാണെങ്കിൽ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ, ആ ഒരു ഡേ കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ ഈ ഒരു 2 ലെസൺസും കണ്ടിരിക്കണം. ആ രീതി നിങ്ങൾ ഫോളോ ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കണം തന്നെ പറയാണ്. അപ്പൊ നിങ്ങൾക്ക് 5th ഓഗസ്റ്റ് 2 ലെസൺസ് ആണ് കാണാനുള്ളത്. ഒന്ന് നമ്മൾ ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസിന്റെ ഇൻട്രൊഡക്ഷൻ ലെസണും അതുപോലെ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പേപ്പറിൽ ലെസൺ 1 ലെസൺ. ഇവിടെ കൊടുത്ത ലെസന്റെ അതേ ഇതിലായിരിക്കും നിങ്ങളുടെ ആപ്പിൽ ഉണ്ടാവുക കേട്ടോ. അപ്പൊ നിങ്ങളുടെ ആപ്പിൽ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് പറഞ്ഞ ഫോൾഡർ തുറക്കുക, അപ്പൊ അത് ലെസൺ 1 കാണാൻ കഴിയും. ഇനി ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം നമുക്ക് 6ാം തീയതി ലെസൺ 1 to 6 ഉണ്ട്. അപ്പൊ 6 ലെസൺസ് ഞാൻ
കാണണോ എന്നൊരു ഡൗട്ടാണ്. 6 ലെസൺസ് നിങ്ങൾ കാണുന്നല്ല, 6 ലെസൺസ് ഇൻ ദ സെൻസ് നമ്മൾ ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസിൽ ഒരു ലെസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് സ്പീക്കിങ്ങും ലിസ്ണിങ്ങും കാര്യങ്ങളും ഒരു 3 മിനിറ്റ് ചിലപ്പോൾ 4 മിനിറ്റിനൊക്കെ ലെസൺസ് ആണ്. സോ നിങ്ങൾക്ക് ഈ ഒരു 6 ലെസൺസ് മൊത്തമായിട്ട് തീർക്കാൻ മാക്സിമം എടുക്കുക 35 മിനിറ്റ് ആണ് മാക്സിമം. അതല്ലെങ്കിൽ 40 മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു 6 ലെസൺസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ എന്താണ് ബിസിനസ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ലെസൺ 2 നിങ്ങൾ ആ ദിവസം തന്നെ കാണാം. ഈ ലെസൺസ് മാത്രം കണ്ടാൽ മതിയോ? അത് പോരാ. അതിന്റെ കൂടെ ആ ഒരു ഫോൾഡർ നിങ്ങൾ ആപ്പിൽ ആ ഒരു ഫോൾഡറിലുള്ള SLMs നിങ്ങൾ വായിച്ചിരിക്കണം. അതുപോലെ നിങ്ങൾ അതിന്റെ വാല്യൂ ആഡഡ് നോട്ട്സ് നിങ്ങൾ നോക്കിയിരിക്കണം, എക്സാം വീഡിയോ നോക്കിയിരിക്കണം. ഇത് ഒറ്റ ദിവസം ഇത്രയും ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സമയം ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് 9 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താണ് ഈ ലെസൺ 19 to 24 ബ്ലോക്ക് 1 ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസിന്റെ ബ്ലോക്ക് 1 കംപ്ലീറ്റ് ചെയ്യാണ്. അങ്ങനെ ആ ബ്ലോക്ക് 1 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, നിങ്ങൾ ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസിന്റെ 24 ലെസൺസും കണ്ടു കഴിഞ്ഞു. അതിന്റെ SLM നിങ്ങൾ വായിച്ചു കഴിഞ്ഞു. ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് വർക്ക് ബുക്ക് ആൻസർ ഫയൽസും ആണ് ഉണ്ടാവുക. നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾ അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ആൻഡ് നിങ്ങൾക്ക് 10-ാം തീയതിയോ അല്ലെങ്കിൽ 12-ാം തീയതി എക്സാക്ട് ആയിട്ട് ഡേറ്റ് നമുക്ക് ഫാക്കൽറ്റിന്റെ അവൈലബിലിറ്റി കൂടി നോക്കിയിട്ടോ. എന്നാലും 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നേ ഉള്ളൂ. ചിലപ്പോൾ 12-ാം തീയതി വരെ 13-ാം തീയതി ആയിരിക്കും, അല്ലെങ്കിൽ മാക്സിമം നമ്മൾ 10-ഉം 12-ഉം തന്നെ ആയിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുക. ഫാക്കൽറ്റിക്ക് വല്ല അസൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ചേഞ്ച് ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ദിവസം ഫാക്കൽറ്റി ആയിട്ട് വന്ന് നിങ്ങൾക്ക് ഒരു ലൈവ് സെഷൻസ് ഉണ്ടാവും. ഇതുപോലെ നമ്മൾ സൂം മീറ്റിംഗിന്റെ ലിങ്ക് നിങ്ങൾക്ക് മെന്റേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു മീറ്റിൽ ജോയിൻ ചെയ്യാം. അതിനുശേഷം ആ ഫാക്കൽറ്റി നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കിന്റെ സമ്മറി നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ക്ലിയർ ചെയ്ത് തരും. അതാണ് നമ്മൾക്ക് ഈ റിവിഷൻ സെഷൻ എന്നുള്ള ദിവസം കൊണ്ട് ഉദ്ദേശിച്ചത്. അതിന്റെ കൂടെ ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ കേട്ടോ ബ്ലോക്ക് 1-ന്റെ. അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ലെസൺ 7 to 12 നിങ്ങൾക്ക് ഒന്നും കൂടി കാണാൻ, നിങ്ങൾക്ക് ഒന്നും കൂടി വാച്ച് ചെയ്യാനുള്ള സമയമാണ് ഇത്. ഈ സാറ്റർഡേ സൺഡേസ് നമ്മൾ ക്ലാസ് വെക്കാറില്ല. അപ്പൊ ഈ സൺഡേ ഒക്കെ എന്താണ് എന്തെങ്കിലും നമുക്ക് ഒന്നും കൂടി കേൾക്കുന്ന ലെസൺസ് ഒക്കെ കാണാനുള്ള സമയം. അതുപോലെ ബിസിനസ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ് നിങ്ങൾക്ക് 14-ാം തീയതി കഴിഞ്ഞാൽ അതിനുശേഷം ഒന്നില്ലെങ്കിൽ 15-ാം തീയതി 16-ാം തീയതി ആയിട്ട് എന്ത് ചെയ്യും, അതിന്റെ ലൈവ് സെഷൻ ഇതുപോലെ ഉണ്ടാവും. ലൈവ് സെഷൻ വരുന്നതിന്റെ മുൻകൂട്ടി എന്ത് ചെയ്യും, നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് പറയും നാളെ ഇതിന്റെ ലൈവ് സെഷൻ ഉണ്ട് കേട്ടോ അത് പറഞ്ഞുള്ള മെസ്സേജ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലും തയ്യാറാവും എന്ന് പറഞ്ഞാൽ എന്താ, ആ ബ്ലോക്ക് ഫുൾ ആയിട്ട് വീഡിയോസ് കണ്ടിരിക്കണം, SLMs വാല്യൂ ആഡഡ് നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആയി കണ്ട് അതിന്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിരിക്കണം എന്നാണ്. സോ അങ്ങനെ ഈ ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് ബിസിനസ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അത് കഴിയുമ്പോഴേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സെപ്റ്റംബർ 9-ാം തീയതി ഒക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് അധികം തന്നെ ഉണ്ട് കേട്ടോ, സെപ്റ്റംബർ 21-ാം തീയതി ഒക്കെ ആയിരിക്കും നമ്മളുടെ ഈ ഒരു മോഡില് നമ്മൾ ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസും ബിസിനസ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ് കംപ്ലീറ്റ് ആവാം. സോ അത് അത്രയും ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആ 2 സബ്ജക്ട് നിങ്ങൾ ഫുൾ ആയിട്ട് കംപ്ലീറ്റ്, അതിന്റെ വാല്യൂ ആഡഡ് നോട്ട്സ് വായിച്ചു, SLM വായിച്ചു, അതിന്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് അല്ലെങ്കിൽ അത് ചെയ്തു, എക്സാം വീഡിയോ നോക്കി, എല്ലാം കംപ്ലീറ്റ് ആയി നമ്മൾ പറഞ്ഞ പോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് ഈ ദിവസം നിങ്ങൾക്ക് പറ്റാത്ത ദിവസങ്ങളാണ് നിങ്ങൾക്ക് അറിയാം. അതിനാണ് നമ്മൾ ലൈവ് സെഷൻസ് 2 ദിവസം 3 ദിവസം ഒക്കെ ഇടുന്നത്. സൺഡേസ് ഗ്യാപ്പ് ഇട്ടിരിക്കുന്ന ടൈം ടേബിൾ. അപ്പൊ നിങ്ങൾക്ക് ആ ദിവസം വെച്ച് എന്ത് ചെയ്യാം, അത് കോപ്പപ്പ് ചെയ്ത് മുന്നോട്ട് വരാം. ഇനി അതിനുശേഷം നമുക്ക് അടുത്ത സബ്ജക്ട് ആണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. എൻവയോൺമെന്റൽ സ്റ്റഡീസിലും സെയിം പാറ്റേൺ തന്നെയാണ്. ഓരോ ബ്ലോക്ക് കഴിയുമ്പോൾ ലൈവ് സെഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാം എൻവയോൺമെന്റൽ സ്റ്റഡീസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന സബ്ജക്ട് ആണ്. 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. എന്നിരുന്നാൽ കൂടി നമ്മൾ ലേൺ വൈസ് നിങ്ങൾക്ക് എന്തുണ്ട്, അതിന്റെ ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എൻവയോൺമെന്റ് സ്റ്റഡീസ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒക്ടോബർ 18 ഒക്കെ ആയിരിക്കും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസിന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ 4-ാമത്തെ പേപ്പർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് ആണ്. സോ അതിന്റെ ഇതുപോലെ എന്താണ് ഓരോ ബ്ലോക്ക് കഴിയുമ്പോൾ ലൈവ് സെഷൻസ് തന്ന് നമ്മൾ കണ്ടിന്യൂ. ആൻഡ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നിങ്ങൾക്ക് നവംബർ 12 ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ 4 പേപ്പറും ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ടൈം ടേബിൾ വൈസ് അതിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു, SLMs വായിച്ചു കഴിഞ്ഞു, വാല്യൂ ആഡഡ് നോട്ട്സും എക്സാമിന്റെ എല്ലാ തരത്തിലും കണ്ടു കഴിഞ്ഞു. അത് കൂടാതെ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് നിങ്ങൾക്ക് എല്ലാ ബ്ലോക്കിന്റെ ലൈവ് സെഷൻസും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ എന്തായാലും കൃത്യമായി കംപ്ലീറ്റ് ആണ്. അതിനുശേഷം 13-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഒരു സ്റ്റഡി ലീവ് മോഡ് പോലെയാണ്. നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി കാണാം. നമ്മൾ ഈ ലൈവ് സെഷന്റെ വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യും കേട്ടോ. അവർ റെക്കോർഡ് ചെയ്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി നിങ്ങളെ ആപ്പ് വഴി ഒന്നും കൂടി ചെക്ക് ചെയ്ത് കാണാം. അതിനുശേഷം നമ്മളൊരു ഓരോ ദിവസം ഇപ്പൊ സെപ്റ്റംബർ 16, 18, 19, 20 ഈ ദിവസങ്ങളിൽ ഈ ദിവസം പറഞ്ഞ എക്സാക്ട് ഇന്ന് 19-ാം തീയതി എന്ത് അങ്ങനെയല്ല, നമ്മൾ ഈ ഒരു 1-2 ദിവസം അങ്ങോട്ടായിട്ട് എന്ത് ചെയ്യും, എക്സാം സ്പെഷ്യൽ റിവിഷൻ സെഷൻസ് വെക്കും. എക്സാം സ്പെഷ്യൽ റിവിഷൻ സെഷൻസ് എന്ന് വെച്ചാൽ എന്താ, എക്സാമിന് നിങ്ങൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണം. നമ്മൾ ലൈവ് സെഷൻസ് ഫുള്ള് കഴിയുമ്പോൾ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എന്തൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ ഇംഗ്ലീഷ് എന്ന വർക്ക് പ്ലേസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയറിൽ 1-2 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് കാണിച്ചു തരും. ബിസിനസ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ഓരോ ബ്ലോക്കിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്
എക്സാം എങ്ങനെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഐഡിയ, ഓരോ ബ്ലോക്കിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് എന്താണെന്നൊക്കെയാണ് നിങ്ങൾ ആ ഒരു എക്സാം സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നവംബർ 23 വരെ ലൈവ് സെഷൻസും അല്ലെങ്കിൽ സ്റ്റഡി ലീവും ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ നവംബർ 23 കഴിഞ്ഞാൽ വീണ്ടും ഒരാഴ്ച നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ സബ്ജക്റ്റ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും പഠിച്ച് ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നവംബർ 12 നിങ്ങളെ കോഴ്സ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു 6 മാസം നിങ്ങൾക്ക് ഡൗട്ട് സ്റ്റഡി ആയിട്ട് സ്റ്റഡി ലീവ് പോലെയും ഡൗട്ട് ചോദിക്കാനും ഒക്കെ ഉള്ള ടൈമായിട്ട് നമ്മൾ തരുന്നുണ്ട്. അപ്പൊ ഈ ഒരു മോഡൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. ഈ പറഞ്ഞ ടൈം ടേബിൾ എക്സാക്ട് ആയിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്താ പറയാ, ഡൗട്ടോ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ മെന്റേഴ്സ് എടുക്കുന്ന ലൈവ് സെഷൻ ആണ് നിങ്ങൾക്ക് ഡയറക്ട്ലി മെന്റേഴ്സിനോട് ചോദിക്കാം. ഫാക്കൽറ്റി എടുക്കുന്ന ലൈവ് സെഷൻ ആണ് നിങ്ങൾ മെന്റേഴ്സിനോട് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അവർ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞാൻ ഫാക്കൽറ്റിനോട് ചോദിച്ച് നിങ്ങൾക്ക് അതിന് വേണ്ട ആൻസേഴ്സോ കാര്യങ്ങളോ എന്താണെങ്കിൽ നിങ്ങൾക്ക് ടൈമിൽ എല്ലാം തന്നെ എത്തിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓരോ ദിവസം പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ലൈവ് സെഷൻസ്, എന്താണ് കാര്യം കൃത്യമായിട്ട് ഐഡിയ കിട്ടണമെന്ന് വിചാരിക്കുകയാണ്. ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട, ലൈവ് സെഷൻസ് എന്ന് പറഞ്ഞാൽ SLM എടുത്ത് വേർഡ് ബൈ വേർഡ് പറയലല്ല. അങ്ങനത്തെ വേർഡ് ബൈ വേർഡ് ആയിട്ട് പറയുന്നത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ആപ്പിൽ റെക്കോർഡ് ക്ലാസ് ആയിട്ടുണ്ട്, വീണ്ടും അത് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എക്സാം ഫോക്കസ് ആയിട്ട് നിങ്ങളുടെ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള സെഷൻസ് ആണ്. അപ്പൊ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടൈമിൽ നമ്മൾ ഗൈഡ് ബുക്ക് റിലീസ് ചെയ്യും. അത് നിങ്ങൾ നോക്കി എഴുതുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ ഇവിടെ എല്ലാവരും ജോയിൻ ചെയ്യുന്ന പെക്യുലർ റീസൺ ഉണ്ടാവും. അപ്പൊ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സെക്കൻഡും ഒരു മെസ്സേജിന്റെ അകലെയാണ് നിങ്ങളുടെ മെന്റേഴ്സിന് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ മെന്റേഴ്സ് മാത്രമല്ല, ഹോൾ ലേൺ വൈസ് ടീം നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഒരു ലേൺ വൈസ് ജേർണി അല്ലെങ്കിൽ ഇഗ്നോന്റെ ജേർണി ഏറ്റവും ബ്യൂട്ടിഫുൾ ആവട്ടെ. നിങ്ങൾ എന്തൊരു എയിമോട് കൂടിയാണോ ഇവിടെ വന്നത് അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ, ഫ്രൂട്ട്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് ഫ്ലൈയിങ് കളേഴ്സിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പ്രൊഫഷണൽ കോഴ്സാണ്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. അതിനുശേഷം MBA അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റട്ടെ. എന്തൊരു എയിമോട് കൂടിയാണോ നിങ്ങൾ ഇവിടെ വന്നത് ആ എയിം ഏറ്റവും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പോട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു അശോക് സർ. ഓക്കെ, അപ്പോൾ എന്താണ് ടൈം ടേബിൾ എന്നും ടൈം ടേബിൾ എങ്ങനെയാണ് എന്താണ് നിങ്ങൾക്ക് ടൈം ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെന്റേഴ്സ് ത്രൂ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ടൈം ടേബിൾ ആയാലും മെന്റേഴ്സ് ത്രൂ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ. ഇനി നമ്മളുടെ കൂടെ സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവിലെ ഒരു അംഗമായിട്ടുള്ള ആദില മാം നമ്മളുടെ കൂടെ ഉണ്ട്. ആദില മാമിനും നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനുണ്ട്. ഞാനിപ്പോ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ് നിങ്ങൾക്കിടയിലേക്ക്. ഓവർ ടു ആദില. താങ്ക് യു. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലെ? കേൾക്കുന്നുണ്ടല്ലോ? അതെ, കേൾക്കാം. ഹായ് എവരിവൺ, ഐ എം ആദില. ഞാൻ സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവ് ആണ്. വിത്ത് മെന്റർഷിപ്പ് പോലെ തന്നെ പാരലലായിട്ട് വിത്തൗട്ട് മെന്റർഷിപ്പിൽ സ്റ്റുഡൻസും വരുന്നുണ്ട്. അവരാണ് നമ്മുടെ ഡിവിഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓറിയന്റേഷൻ എല്ലാം നമ്മളിവിടെ റാപ്പ് ചെയ്യാണ്. നന്നായിരുന്നു കഴിഞ്ഞ 9 സെഷൻസ് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഗ്നോ റിലേറ്റഡ് ആയിട്ടും ലേൺ വൈസ് റിലേറ്റഡ് ആയിട്ടും ഉള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ പുതിയൊരു ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ജേണിയിൽ ത്രൂ ഔട്ട് നമ്മൾ വരുന്ന എല്ലാ പ്ലാറ്റ്ഫോംസും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. EEP ആണെങ്കിലും ഹാപ്പിനെസ് അംബാസിഡർ ആണെങ്കിലും ജസ്റ്റ് നോട്ട്സും സ്റ്റഡിയും അല്ലാണ്ട് ബാക്കി വരുന്ന എല്ലാതും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് തന്നെ ജേണി കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ, ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജേണി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് എവരിവൺ. താങ്ക് യു. താങ്ക് യു ആദില മാം. ഓക്കെ, ഇനി നിങ്ങൾ ഇത്രയും സെഷൻസിലൂടെ നമ്മൾ കടന്നു പോയെന്ന് പറഞ്ഞു. ഒരു 10 സെഷൻസിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് 10ാമത്തെ ഒരു സെഷനിലാണ്. ഇതുവരെ കഴിഞ്ഞിട്ടുള്ള 9 സെഷൻസിലും നിങ്ങളുടെ ഒരുപാട് പേര് ആക്റ്റീവായിട്ട് നിങ്ങളിതിൽ എൻഗേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോ ആക്ഷൻ ടാസ്ക് തരുമ്പോഴും അത് അത്രയും എന്താ പറയാ എനർജിയോട് കൂടിയിട്ട് നമ്മൾ അയക്കുന്ന അതേ സ്പീഡിൽ തന്നെ ചിലർ ആക്ഷൻ ടാസ്ക് ഒക്കെ ഫില്ലിങ് ചെയ്തിട്ട് തിരിച്ചയച്ചു തരാറുണ്ട്. അപ്പോൾ നമ്മൾ അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഈ ഓറിയന്റേഷൻ സെഷനിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവർക്ക് നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു അപ്രീസിയേഷൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെ സ്നേഹ മാം? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അല്ലെ? സ്നേഹ മാം കേൾക്കുന്നില്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ അടുത്തതായിട്ട്
നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ 9 സെഷൻസിലും നല്ല ആക്റ്റീവായി നിന്നിട്ടുള്ള ഒരു 3 പേരെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അവരെ നമ്മൾ എന്ത് ചെയ്യാണ്, അപ്രീഷിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോ നമുക്ക് അവരാരാണെന്ന് നോക്കാം അല്ലെ സ്നേഹ മാം? അതെ, ഇത് കാണിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാ, ആരും മോശക്കാരായിരുന്നില്ല, അതെ എല്ലാരും ഒന്നോടൊന്ന് മെച്ചമായിരുന്നു. സർട്ടൺ റീസൺസ്, അതായത് തിരിച്ചു കിട്ടിയതിന്റെ ഒരു സ്പീഡ് അല്ലെങ്കിൽ ഇച്ചിരി കൂടുതൽ പെർഫെക്ഷൻ, എന്തെങ്കിലും അങ്ങനെ ഒരു ചെറിയ ചെറിയ മൈന്യൂട്ട് ഒരു കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഈ മേ ബി ഒരു 3 പേര് ഞങ്ങൾ ചൂസ് ചെയ്യാൻ ഇത്രത്തോളം കഷ്ടപ്പെട്ടെടുത്തത്. അപ്പം അത് നിങ്ങൾ ആ രീതിയിൽ കൺസിഡർ ചെയ്യാം. ബാക്കിയുള്ളവർക്ക് അവസരമുണ്ട്. ആ അവസരം എന്താണ് ഇപ്പൊ ആർക്കെങ്കിലും അയ്യോ ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഒരു തോന്നൽ വരാന്ന് വെച്ചാൽ അവർക്കും കൂടി നമ്മളൊരു അവസരം തരുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ ബെസ്റ്റ് പെർഫോമേഴ്സ് ആരായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം, ആദ്യത്തെ നോക്കാം അല്ലെ? ആ ലിസ്റ്റിലെ ഫസ്റ്റ് വൺ ആരാണ്? അതെ, ഫസ്റ്റ് വൺ. ഇത് ഫസ്റ്റ് പൊസിഷൻ അല്ല, ബെസ്റ്റില്. അതെ, കാണുന്നുണ്ടല്ലോ അല്ലെ? രശ്മി. രശ്മി ഉണ്ടോ അവിടെ? രശ്മി ഉണ്ടായിരുന്നു, എന്തിയെ? ഞാനിവിടെ ഉണ്ട് മാഡം. എവിടെ കാണുന്നില്ലല്ലോ കുട്ടി. അതെന്റെ മക്കള് എന്റെ പേര് വിളിച്ചപ്പോ ഓടി വന്നതാ. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, രശ്മി എന്ത് തോന്നുന്നു? എന്താണ് ഇപ്പൊ ഇതിലൂടെ കടന്നു പോയപ്പോ ഒന്ന് തോന്നുന്നു? എന്തെങ്കിലും പറയാനുണ്ടോ രശ്മിക്ക്? എനിക്ക് ഭയങ്കര ഒരു വരുമ്പോഴും നമുക്ക് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് കിട്ടിയതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എത്രത്തോളം സ്നേഹ മാം പറഞ്ഞ പോലെ അല്ലെങ്കിൽ രവി മാം പറഞ്ഞ പോലെ എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് അറിയില്ല. എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു അങ്ങനെ ഒരു ഇതുണ്ട്. എത്രത്തോളം ആയിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ട്? ആക്ഷൻ ടാസ്ക് മാത്രമല്ല, സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് അത് നമുക്ക് ഓവറോൾ ഒരു പിക്ചർ കിട്ടി. ഇഗ്നോനെ പറ്റിയിട്ടായാലും ഇനി മുൻപോട്ടുള്ള ഓരോ കാര്യങ്ങളിലായാലും ഓരോ ഓറിയന്റേഷൻ സെഷൻസ് വരുമ്പോഴും നമുക്ക് ഇന്ന് ഇതിനെക്കുറിച്ച് അടുത്തൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുവാണല്ലോ. നമ്മള് നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ നമുക്ക് കിട്ടുന്നതായിട്ട് തോന്നി. ഇനി നമ്മൾ ഇതിന്റെ ഒരു ഭാഗമാവാൻ പോവാണല്ലോ. അപ്പോ അങ്ങനെയുള്ള ഒരു ഇതാ എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് പറയാൻ അറിയില്ല. എനിക്ക് ഫീൽ ചെയ്തത് അതാണ്, കൂടുതലായിട്ട് കാര്യങ്ങൾ കിട്ടും എന്നുള്ള. പിന്നെ സപ്പോർട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇപ്പൊ സ്റ്റാർട്ടിങ് മുതലുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു തോന്നല്. നമുക്ക് പറ്റും, നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് കൂടി ഇതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നിയത്. ആദ്യം സെഷൻസിലെല്ലാം ആക്റ്റീവായിട്ട് ആക്ഷൻ ടാസ്കിലെ ഒരു കാര്യം എക്സ്ട്രാ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെയർ ചെയ്യുന്നതിന് മുമ്പേ സംഗതി സ്ക്രീൻഷോട്ട് എടുത്ത് അതിന്റെ ആക്ഷൻ ടാസ്ക് ഒക്കെ ചെയ്തു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ആക്റ്റീവും ഒരു എഫേർട്ടും മുന്നോട്ടുള്ള പഠനത്തിനും, അതായത് ടൈം ടേബിൾ ഒക്കെ കിട്ടി മുന്നോട്ടുള്ള സെഷൻസിലും പ്രതീക്ഷിക്കുന്നു. ആ രീതി തന്നെ തുടർന്ന് പോവാം കേട്ടോ. അതെ, ഇനി ഉള്ള 3 വർഷത്തേക്കും ഈ ഒരു സ്പിരിറ്റ് വേണം. താങ്ക് യു രശ്മി. താങ്ക് യു മാം. ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം അല്ലെ? കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? കാണാം. അഞ്ജലി എന്ത് ഇത്ര നേരം ക്യാമറ ഒക്കെ ഓൺ ആക്കി ഉണ്ടായിരുന്നു? അഞ്ജലി പോയോ? ഉണ്ട്. ആളുടെ ചിരിച്ചു വന്നു. അഞ്ജലി എന്ത് തോന്നുന്നു? സന്തോഷം. ഞാൻ ഇത് ചെയ്യാൻ ടാസ്കുകൾ തരുമ്പോ ചെയ്യാനായിട്ട് ശകലം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. എങ്കിലും അന്ന് തന്നെ ചെയ്തിട്ട് കിടക്കണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു.
പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനായിരിക്കുമെന്ന്. ആ, ഭയങ്കര സന്തോഷമുണ്ട്. സന്തോഷം. എന്ത് തോന്നുന്നു നമ്മളുടെ ഈ ഒരു 10 സെഷൻസ് നീണ്ട ഓറിയന്റേഷനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ ഇപ്പൊ 9ാമത്തെ സെഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മാഡത്തിനോട് ചോദിച്ചിരുന്നു അടുത്ത സെഷൻ എന്നാണെന്ന്. അത്രയ്ക്ക് നമ്മളങ്ങ് ഇതുമായിട്ടങ്ങ് ഓക്കെ ആയി. പിന്നെ ഈ സെഷൻസ് എപ്പോഴാ വരുന്നതെന്നും അറിയാനൊക്കെ ആഗ്രഹമായിരുന്നു. അതുപോലെ ഈ ടാസ്കുകൾ ചെയ്യാനും ഒരു സന്തോഷമായിരുന്നു. പിന്നെ മേഡം എന്നും വിളിച്ച് കാര്യങ്ങൾ തിരക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പോകും പല കാര്യങ്ങളും. മേഡം എന്നും വിളിച്ച് ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് ചെയ്തു കൊടുക്കാനും ഭയങ്കര സന്തോഷമാണ്. മേഡം ഞാൻ എന്തെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അഥവാ കണ്ടിട്ടില്ലെങ്കിൽ തന്നെ ഞാനിപ്പോ സൺഡേയിലായിരിക്കും മിക്കവാറും ടാസ്ക് ചെയ്തിരുന്നത്. അപ്പൊ മേഡം കാണത്തില്ല. മെസ്സേജ് അപ്പൊ അവിടുന്ന് വരും മേഡം ഓൺലൈനിൽ ഇല്ലാന്ന്. എങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യും മേഡം എന്ത് റെസ്പോണ്ട് ചെയ്യുമെന്ന് അറിയാനായിട്ട് ഞാൻ കാത്തിരിക്കുമ്പോൾ മേഡം കണ്ട ഉടനെ റെസ്പോണ്ട് ചെയ്യും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ. സാന്ദ്ര മാമിന്റെ സ്റ്റുഡന്റ് അല്ലേ അന്ന് പറഞ്ഞത് ഞാൻ അതെ 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 അതെ. ഓക്കെ, സാന്ദ്ര മാമിനോട് പറയാട്ടോ. ഓക്കെ, അപ്പൊ വൺസ് അഗൈൻ ഞാൻ കേട്ടു രാഗി മാം, ഞാൻ ഇവിടെ ഉണ്ട്. സാന്ദ്ര മാം ഇവിടെ ഉണ്ട്. കേട്ടു. ഉണ്ടോ? ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഓക്കെ, ഓൾ ഇൻട്രസ്റ്റ് ദി ഇനി ബെസ്റ്റ്. 3 വർഷത്തേക്ക് പോട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു മേഡം. ഓക്കെ, ഇനി നമുക്ക് ഒരാൾ കൂടി ഉണ്ട് നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ആയിട്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം. ശിവശ്രീ. ശിവശ്രീ. യെസ് മാം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ശിവശ്രീ. എന്ത് തോന്നുന്നു? തുടക്കത്തിൽ അപ്രിസിയേഷൻ കിട്ടിയപ്പോ ചെറിയൊരു മോട്ടിവേഷൻ? അതെ, വല്ലാത്ത മോട്ടിവേറ്റഡ് തന്നെയാണ്. പിന്നെ ഓരോ സെക്ഷനും നമ്മൾ ഇങ്ങനെ കാത്തിരുന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും. പിന്നെ ഇപ്പൊ നമ്മള് കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു ഫീൽ തന്നെയാണ്. നമ്മള് ഹോംവർക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോ ടീച്ചർ അത് ഓക്കെ എന്ന് പറയുന്ന ഒരു ഫീൽ എനിക്ക് എപ്പോഴും കിട്ടാറുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ കറക്റ്റ് ഒരു അക്കാഡമിക്സിലോട്ട് ഇറങ്ങാനായിട്ടുള്ള ഒരു രൂപമായോ? അതായത് ആ ഒരു അതെ, എത്തിയോ? ആ അതിൽ തന്നെയാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ തന്നെ പോട്ടെ കേട്ടോ. ഒരു 3 വർഷം ആ ഒരു സ്റ്റുഡന്റിന്റേതായിട്ടുള്ള ക്വാളിറ്റീസുകളും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റണം. അതെ, definitely. ഓക്കെ, അപ്പൊ ഇനിയുള്ള സെഷൻസുകളിലും അല്ലെങ്കിൽ ഇനിയുള്ള ഇതേപോലെ പ്രോഗ്രാംസ് എല്ലാവരോടും കൂടി പറയാണ്. ഇനി വരുന്ന നമ്മൾക്ക് ഓരോ പരിപാടികൾ ഉണ്ടാവും. കുറച്ച് നേരത്തെ ഹിസാർ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അതിലൊക്കെ എല്ലാവരുടെയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വേണം. അപ്പൊ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നോർമൽ എന്താ പറയാ, നാച്ചുറൽ അതൊരു മോട്ടിവേഷൻ ആയി മാറും. അതിന്റെ ഒരു അപ്രിസിയേഷൻ ഒക്കെ കിട്ടുമ്പോൾ. ഓക്കെ, അപ്പൊ വൺസ് അഗൈൻ എന്താ പറയാ, ഈ 3 ബെസ്റ്റ് പെർഫോമേഴ്സിനും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ലേൺവൈസിന്റെ ഭാഗത്തുനിന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. ബാക്കിയുള്ളവരും എന്താണ് ഇനി നല്ലപോലെ പെർഫോം ചെയ്യാനായിട്ട് പ്രത്യേകം എന്ത് ചെയ്യാ, ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനി ആർക്കെങ്കിലും എന്താണ് ഞങ്ങൾക്ക് ചെയ്യായിരുന്നു, സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, അങ്ങനെയൊക്കെ തോന്നുന്നവർക്ക് നമ്മളൊരു ഓപ്ഷൻ തരുന്നുണ്ട്. അതായത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു അവസരം കൂടി നിങ്ങളുടെ മുമ്പിലുണ്ട്. നമ്മളുടെ ഇത്രയും കഴിഞ്ഞു പോയിട്ടുള്ള ഓറിയന്റേഷന്റെ ബേസിൽ നിങ്ങൾക്കൊരു അസസ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് അസസ്മെന്റിന് ഒരു ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. ഒരു എക്സാം പാറ്റേണിലാണ് വരുന്നത്. അപ്പോൾ അതായത് നിങ്ങൾ എന്തൊക്കെ ഇതിലൂടെ ഇപ്പൊ ഈ കടന്നു പോയിട്ടുള്ള സെഷൻസിലൂടെ ഒക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളൊരു തിരനോട്ടം അല്ലെങ്കിൽ റിവ്യൂ പ്രോസസ്സാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലായി എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഓൺലൈൻ അസസ്മെന്റ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ അതില് നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതുവഴി നിങ്ങൾക്ക് എന്താണ് അടുത്തൊരു അപ്രിസിയേഷൻ കിട്ടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി എനിക്ക് അടുത്തായിട്ട് പറയാനായിട്ടുള്ള ഒരു കാര്യങ്ങളും കൂടെ ഉണ്ട്. നമ്മൾ ഇത്രയും സെഷൻസിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി. അപ്പോൾ നമ്മൾ എന്തിലൂടെയൊക്കെയാണ് കടന്നു പോയത്, നമ്മൾ നാളെ മുതൽ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന
അടുത്ത 5-ാം തീയതി മുതൽ, ഓഗസ്റ്റ് 5 മുതൽ നമ്മൾ എന്താണ് നമ്മുടെ അക്കാഡമിക്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇതുവരെ കഴിഞ്ഞു പോയിട്ടുള്ള ഓറിയന്റേഷനിലെ നമ്മുടെ ഫസ്റ്റ് സെഷൻ മുതൽ 9th സെഷൻ വരെ നിങ്ങൾ കടന്നു പോയിട്ടുള്ള ഓരോ സ്റ്റേജസുകളിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു 5 സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിന്റെ ഉള്ളിലൂടെ നമുക്കൊന്ന് കടന്നു പോയിട്ട് വരാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാനാണ്, ഒന്ന് പാസ്റ്റിലോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ച് വീണ്ടും പ്രസന്റിൽ കൊണ്ടിരുത്താനാണ്, നല്ലൊരു ഫ്യൂച്ചറിലേക്ക് നിങ്ങളെ നാളെ കൊണ്ടുപോകാനായിട്ട്, നല്ലൊരു അക്കാഡമിക്സിലോട്ട് നിങ്ങളെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിപ്പോ കടന്നു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പൊ അതിന് ജസ്റ്റ് ഒരു റാപ്പപ്പ് വീഡിയോ ആണ്, നമുക്കത് കാണാം. ഓക്കെ, Welcome to a visual journey through the vibrant and unforgettable moments of the July 2024 batch. Together, we've embarked on a path of discovery and growth, experiencing both challenges and triumphs. Let's revisit these cherished times as we celebrate the bonds and insights we've gained. As our sessions conclude, the bonds and memories we've forged will endure. കണ്ടല്ലോ അല്ലെ, നിങ്ങളിപ്പോ നടന്നു നീങ്ങിയ 9 സെഷൻസോളും. അതിൽ അവസാനം പറയുന്നുണ്ട് ടുഗദർ വി ഗ്രോ, നമുക്ക് ഒരുമിച്ച് വളരാം. അതിൽ അവസാനം നിങ്ങളോട് പറയുന്ന ഒരു ഇതുണ്ട്, നമ്മൾ ഈ 9 സെഷൻസിൽ ഇന്നത്തോടു കൂടി നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബോണ്ട്, നമ്മൾ എന്താണ് ആ ഒരു റിലേഷൻ നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 3 വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കൊണ്ടുപോവാണ്. അപ്പൊ ഇനി നമുക്ക് ഞങ്ങളും നിങ്ങളും കൂടിയിട്ടുള്ള ഒരു യാത്രയാണ്. ആ യാത്ര ഒരു വളർച്ചയുടെ മുകളിലോട്ട്, എന്താ പറയാ, ഉയർച്ചയിലോട്ടുള്ള ഒരു യാത്ര മാത്രം ആവട്ടെ എന്നാണ് ഞങ്ങൾ മെന്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് തരുന്നൊരു വിഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓരോ സെഷൻ കഴിയുമ്പോഴും ഇപ്പൊ ഈ ഒരു ഓറിയന്റേഷനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഓരോ സെഷനിലും നിങ്ങൾക്ക് ഒരു ആക്ഷൻ ടാസ്കും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് തന്നിരുന്നു. ഇനി ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ മെന്റേഴ്സ് ത്രൂ എങ്ങനെയാണ് നിങ്ങൾക്ക് ഓറിയന്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് എന്താണ്, നിങ്ങളുടെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള നിങ്ങളുടെ റെസ്പോൺസ് നിങ്ങൾക്ക് രേഖപ്പെടുത്താനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ അതിന്റെ ലിങ്കും കാര്യങ്ങളും നിങ്ങളുടെ മെന്റേഴ്സ് ത്രൂ നിങ്ങളിലോട്ട് എത്തുന്നതായിരിക്കും.
അപ്പോൾ ഇനി 5th മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളൊരു എന്താ പറയുക കംപ്ലീറ്റ്ലി ഒരു സ്റ്റുഡൻസിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പതുക്കെ ആ ഒരു കൺവേർഷൻ പ്രോസസ്സിലോട്ട് നിങ്ങൾ എത്തിയിരിക്കണം. ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സമയം എടുത്ത് ഒരു 9 സെഷൻസിലൂടെ നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളൊരു പഠനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പേസ് കണ്ടെത്താനാവട്ടെ. ഇനി ആർക്കെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഈ ഒരു സെഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഓറിയന്റേഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ലേൺ വൈസിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്താ പറയാ മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. 1-2 പേർക്കൊന്ന് വന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം സെഷൻ. ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ടൈം ടേബിൾ വന്നിട്ട് നമുക്ക് ഇനി അത് ഷെയർ ചെയ്ത് കിട്ടുമോ അതോ? അതൊക്കെ മെന്റേഴ്സ് ഇനി അങ്ങോട്ടെല്ലാം മെന്റേഴ്സ് ത്രൂ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കിട്ടും കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എൻഡ് ചെയ്യാം അല്ലേ സ്നേഹ മാം? ഓക്കെ, എല്ലാവർക്കും അടുത്ത ദിവസം തൊട്ട് നമ്മുടെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ആ രീതിയിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഈ നമുക്ക് ഇത്രയും നാളെ നമുക്ക് ടൈം ടേബിൾ കയ്യിലില്ല എന്നുള്ളൊരു ഇതായിരുന്നു. ഇന്ന് ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിനുള്ള ഫോമും കിട്ടും, ടൈം ടേബിളും ഷെയർ ചെയ്ത് കൈ കിട്ടും. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാം. സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുക ആക്റ്റീവായിട്ട്. അത് കറക്റ്റ് ടൈം ടേബിൾ അനുസരിച്ച് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര ബർഡനായിട്ട് തോന്നത്തില്ല സ്റ്റഡീസ്. ഇപ്പൊ തന്നെ ഒരു ഏകദേശം കണ്ടപ്പോൾ മനസ്സിലായല്ലോ, കുറച്ച് പോർഷൻസ് വെച്ചാൽ ഡിവൈഡ് ചെയ്ത് തന്നിരിക്കുന്നത്. ആ രീതിയിൽ പോവുക, നല്ലതായിട്ട് ഇന്ററാക്ട് ചെയ്ത് മെന്റേഴ്സിനോട് കറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷനിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് നമുക്ക് സെഷൻസ് മുന്നോട്ട് പോകാമേ. അപ്പം വിഷ് യു ഓൾ ദ ബെസ്റ്റ്. സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ആർക്കെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ പറയാനായിട്ട്? നമ്മുടെ ഈ സെഷനിലൂടെ യാത്രയെ കുറിച്ച് പറയാനായിട്ട്? നമ്മളുടെ 10 ഓറിയന്റേഷൻ സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ലേൺ വൈസ് എൻ്റെ ടീം ഒരു ഓറിയന്റേഷൻ സെഷൻ വെച്ച് തന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ താല്പര്യമുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് ആക്റ്റീവായിട്ട് എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് പറഞ്ഞാട്ടെ നിങ്ങൾക്ക് ഈ ഒരു 10 സെഷൻസ് അറ്റൻഡ് ചെയ്തതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷൻ ഏതായിരുന്നു, നിങ്ങൾക്ക് എങ്ങനെ അത് യൂസ്ഫുൾ ആയി. പല കുട്ടികളും നമ്മൾ സെഷൻസ് നടത്തിയിട്ട് പറയുന്നുണ്ട്, ഇംഗ്ലീഷിന്റെ സെഷൻ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി മിസ്സേ, ലാംഗ്വേജ് ഒട്ടും അറിയത്തില്ലായിരുന്നു, പക്ഷേ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് കിട്ടി. അതുപോലെ ഹാപ്പിനെസ് അംബാസഡറിന്റെ സെഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ പറഞ്ഞു ഉണ്ടായിരുന്ന ആ ഒരു മെന്റൽ സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം റിലീഫ് ആയിട്ടുണ്ട്, അത്രയും മോട്ടിവേറ്റഡ് ആയി. അതുപോലെ സേ ഹലോ ടു അറ്റൻഡ് ചെയ്തപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് അത്രയും ബാച്ച്മേറ്റ്സിനെ കാണാൻ പറ്റി, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല, വളരെ ഫണ്ണായിരുന്നു ഒക്കെ പല സ്റ്റുഡൻസും നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. BBA മാനേജ്മെന്റ് സ്റ്റുഡൻസ് അല്ലേ, അപ്പൊ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് 10 സെഷൻസ് അറ്റൻഡ് ചെയ്തതിൽ നിങ്ങളുടെ ഫീഡ്ബാക്കും ഞങ്ങൾക്ക് അറിയണം. അപ്പോൾ ഒന്ന് പറയായിരുന്നെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. അത് മാത്രമല്ല, നിങ്ങൾക്ക് നാളെ ഒരു സെഷൻ പറഞ്ഞല്ലോ, ഫീഡ്ബാക്കിന്റെ ഫോം തരുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു ലിങ്ക് തരുന്നുണ്ട്. അത് ത്രൂ നമുക്കൊരു ടെസ്റ്റ് പോലാണ്. എന്താ നിങ്ങൾക്ക് ഇതൊരു അച്ചീവ്മെന്റ് അവാർഡ് എന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. ഒരു എക്സലൻസ് അവാർഡ് അടുത്ത് ഷെയർ ചെയ്യുന്ന ഒരു പ്രോസസ്സും അടുത്തൊരു സ്റ്റെപ്പൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം അതിലെല്ലാം നമുക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള ഇതിപ്പം കിട്ടിയവർക്ക് തന്നെ അല്ലല്ലോ, നമുക്ക് ആ ഒരു നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് അടുത്തടുത്ത ഓരോ സ്റ്റേജസും അവാർഡും എന്താണ് അതിനനുസരിച്ചുള്ള പൊസിഷൻസ് ഒക്കെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് മുന്നോട്ട് ഇനി തുറന്നു കിടക്കുക. അപ്പം അത് കാര്യം ഓർത്ത് ആരും മടിച്ചു നിൽക്കണ്ട. ആർക്കാണോ ആക്റ്റീവായിട്ട് പറയാൻ പറ്റുക അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുക എത്രയും പെട്ടെന്ന് ഒന്ന് ഷെയർ ചെയ്ത്. മിണ്ടുമില്ല, ഞാൻ പിണങ്ങിയതാ. ഹലോ, കുമാർ. ഗുഡ് ഈവനിങ്. മൈ നെയിം ഈസ് ഗോപകുമാർ. ആക്ച്വലി ഞാൻ എല്ലാ സെഷനും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ എൻട്രൻസ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് വൺ ഓഫ് ദി ബെസ്റ്റ് സെഷൻ ആയിരുന്നു. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ തുടങ്ങിയത് കൊണ്ട് തന്നെ അത് നല്ലൊരു സെഷൻ ആയിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് അറ്റൻഡ് ചെയ്ത ഈ ടോപ്പിക് ഇത് തന്നെയാണ്, അതായത് നമ്മുടെ ടൈം ടേബിൾ ആണ്. ഈവൻ അതൊന്നും ഇടയ്ക്ക് എനിക്കൊന്നും ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രോഗ്രാംസ് എല്ലാം തന്നെ യൂട്യൂബിൽ ഷെയർ ചെയ്ത് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് ഇപ്പോ ഈ പറഞ്ഞ പോലെ നമ്മള് വരുന്ന മൺഡേ മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടും കിട്ടുന്നുള്ള ഒരു കോൺഫിഡൻറ്റോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഞാനിപ്പോ ആക്ച്വലി ഐ ആം 48 years old. ആൻഡ് ഞാനിപ്പോ എന്താ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 26 വർഷമായിട്ടുണ്ടാവും എൻ്റെ ഈ ഒരു ടച്ച് പോയിട്ട്. ഞാനൊരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടി എനിക്ക് തീർച്ചയായിട്ടും ഈ വരുന്ന ഈ ഒരു BBA കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. താങ്ക് യു. തീർച്ചയായും ഞങ്ങളുടെ സപ്പോർട്ട് എന്തായാലും കൂടെ ഉണ്ടായിരിക്കും.
അതിനൊന്നും ഒരു സംശയം വേണ്ട കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ട് എന്താണ് നമ്മളായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവ് എടുത്താൽ മതിയെന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കും. അതെ, എന്റെ ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ടൈം ഷെഡ്യൂൾ ഞാൻ തന്നെ പ്ലാൻ ചെയ്ത് എനിക്ക് തോന്നുന്നു ഈ ടൈം ടേബിളായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഒന്ന് എനിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഞാൻ അത് ഫോളോ ചെയ്യാം, അതല്ലാതെ മാർക്കൊന്നും തോന്നുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ജനറൽ ആയിട്ടുള്ള സ്റ്റുഡൻസിന് നമ്മൾ കോമൺ ആയിട്ടാണല്ലോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് ഇത്തരം അതെ സബ്ജക്ട്സുകൾ അതെ കവർ ചെയ്ത് പോകണ്ടേ. പിന്നെ ഓരോരുത്തർക്ക് അവരുടെ ഒരു ടൈം ഓരോരുത്തർക്കും അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം അവർക്ക് മാത്രമേ അറിയുള്ളൂ. അതിനനുസരിച്ചിട്ട് ഈ ഒരു ടൈം ടേബിൾ ഒരു ഇതിന്റെ ബേസിൽ ഒരു ചെറിയൊരു ടൈം ടേബിൾ നിങ്ങൾ സബ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഒരു ടൈം അവൈലബിലിറ്റിയും കൂടി നോക്കിയിട്ട് അതിനോടൊപ്പം എത്താനായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. അടുത്ത ആരാണ്? താങ്ക് യു മാം, താങ്ക് യു. ഷാന, വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരിക്കുകയാണല്ലോ, ഫീഡ്ബാക്ക് പറയാനാണോ? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. ഹായ് മാം, ഞാൻ ആക്ച്വലി 2-3 സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പൊ ആ 2-3 സെഷൻസ് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഇനി അങ്ങോട്ടാണെങ്കിലും എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് കിട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല കോൺഫിഡന്റ് ആണ്. ഓക്കെ, ആ കോൺഫിഡൻസ് എന്തായാലും കീപ്പ് ചെയ്തോളൂ കേട്ടോ. നമ്മളുടെ ഭാഗത്ത് എന്തായാലും സപ്പോർട്ട് ഉണ്ടാവും. അതിനൊരു ഒരു ഭയവും വേണ്ട. പഠിക്കണം കേട്ടോ. ഷുവർ മാം, താങ്ക് യു. അടുത്തത് ആരാണ്? ഇനി ഇതുപോലൊരു അവസരം ഇനി അടുത്തൊന്നും നമുക്ക് കിട്ടത്തില്ല. ഇനിയിപ്പം ഓണോ അതുപോലെ ക്രിസ്മസ് ഒക്കെ വന്ന ഇവന്റ് വെർച്വലി കണ്ടക്ട് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അടുത്തത് ആരാണ്? അന്നേരം ഇത്രയും ഇന്ററാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാച്ച്മേറ്റ്സ് മാത്രമല്ല, കോമൺ ആയിട്ടാ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തുറന്നു പറയാനുള്ള ഒരു അവസരം മെയിനായിട്ടുള്ളതാ, കളയണ്ട. തോന്നുന്നു ഇവര് നാളെ തൊട്ട് പഠിക്കണല്ലോ. അപ്പൊ അതൊക്കെ ഞാൻ ആലോചിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ് മാം. സ്മിതയാണ് അല്ലേ? പറഞ്ഞോ സ്മിത, കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ സ്മിത, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. വീഡിയോ ഓൺ ചെയ്യാമോ? നമ്മളിപ്പം വീഡിയോ മോള് കയ്യിലിരിക്കണേ, സംസാരിച്ചാ പോരെ? മതി മതി, പറഞ്ഞോളൂ. മതി മതി, പറഞ്ഞു. ഓക്കെ മാം, നമ്മള് ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ ഒരു കോഴ്സ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് മാത്രം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റൂല. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് കറക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളൊരു ഫോഴ്സിങ് കിട്ടണുണ്ട്. അപ്പൊ തന്നെ ഒരു എന്താ പറയാ, ഒരു ഉത്തരവാദിത്വം റിവിഷൻ വരുമല്ലോ എന്നൊക്കെയുള്ള ഒരു ഇതിൽ തന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ സെൽഫായിട്ട് പഠിക്കാം, ജസ്റ്റ് വീഡിയോസ് ഒക്കെ നോക്കി പഠിക്കുന്നതിനെക്കാട്ടില് ഇങ്ങനൊരു വലിയൊരു ടീമിന്റെ ആ ഒരു ഫോഴ്സും കാര്യങ്ങളും അത്രത്തോളം നമുക്ക് ഭയങ്കരമായിട്ട് കണ്ടത് വെച്ചിട്ട് ഹെൽപ്പ് ആയിട്ടുള്ള രീതിയിലാണ് സപ്പോർട്ട്. ഭയങ്കര ഇതാണ്, ഓരോ കാര്യങ്ങളും കറക്റ്റ് ടൈമിൽ വിളിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യണുണ്ട്. അപ്പൊ ഒരുപാട് പ്രതീക്ഷയോടെ ജോയിൻ ചെയ്തേക്കാണ്. അപ്പം ആദ്യമൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, പഠിക്കാൻ പറ്റുമോ. ഇപ്പൊ കൂടുതൽ പരിചയപ്പെട്ടു, ഇതൊക്കെ നോക്കിയതിൽ പിന്നിട്ട് ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റും, നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത കുറച്ച് ടൈം നിങ്ങൾ ഒരുപാട് അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. എന്നിട്ടാണ് വിചാരിക്കുന്നത്. മ്യൂട്ട് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്, എല്ലാം കണ്ടിട്ടുണ്ട്. ഭയങ്കരമായിട്ട്
കെയർഫുൾ ആയിട്ട് അത് ശ്രദ്ധിക്കാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. എല്ലാത്തിലും ആക്റ്റീവായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താ പറയാ, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാൾക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടും. അത് എന്താ പറയാ, വേറൊന്നും പറയാനില്ല. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് കറക്റ്റ് യു എങ്ങനെ സ്മിത. പറയണമെന്ന് അറിയില്ല. ഓ ശരി ശരി, ഓക്കെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടല്ലോ, ആ കോൺഫിഡൻസിന് കളയണ്ട കേട്ടാ. നമ്മൾ കൂടെ ഉണ്ടാവും, പക്ഷെ നമുക്ക് വേണ്ടത് നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടി നേരത്തെ സ്മിത തന്നെ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊരു ഹാർഡ് വർക്കും കുറച്ചൊരു സമയവും കൊടുക്കാനായിട്ട് തയ്യാറാവണം കേട്ടാ. ഓക്കെ മാം, താങ്ക് യു. സ്മിത ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞതേ, എനിക്ക് മൊത്തം പറഞ്ഞു തീർക്കാൻ പറ്റിയില്ല മിസ്, എനിക്ക് ഇനിയും കൂടുതൽ പറയാനുണ്ടായിരുന്നു, എനിക്ക് മൊത്തം തികയ്ക്കാൻ പറ്റിയില്ല. സെഷൻ കഴിഞ്ഞ പാടെ വിളിച്ച ആളാ. ഇത് കഴിയുമ്പോഴും വിളിക്കും തോന്നുന്നുണ്ട്. ഇപ്പോഴും ആൾക്കൊരു സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തിയിട്ടില്ല. ആൾ ആ എന്തൊക്കെ പൂർണ്ണമായി പറഞ്ഞു തീർത്തില്ല. അല്ല മാം, നമുക്കിങ്ങനെ എവിടെ തുടങ്ങണം, എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം, എന്തൊക്കെ പറയണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുമല്ലോ. നമ്മൾ പറയണത് ക്ലിയർ ആണ്, അങ്ങനെ ഒരു പ്രശ്നം. എന്തൊക്കെയോ പറഞ്ഞു. ക്ലിയർ ആണ് കേട്ടാ. ഓക്കെ മാം, താങ്ക് യു. എന്താ ആരും അനങ്ങാത്തെ? ഞങ്ങൾ കൂടുതൽ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത് എന്താ വെച്ചാ, നമ്മള് ഫസ്റ്റ് സേ ഹലോ ടൂല് ഭയങ്കര എന്താ പറയാ, ഒരു തള്ളിക്കയറ്റായിരുന്നു നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഒരു തണുത്ത മട്ടായപ്പോ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനാണ് ഞങ്ങക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പിള്ളേരുണ്ടല്ലോ, അല്ല BB പിള്ളേരുണ്ടല്ലോ, നമ്മുടെ ആക്റ്റീവ് പിള്ളേരാന്നാ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്. അതെ അത് അതെ അതെ. മൊത്തം എല്ലാ പ്രതീക്ഷയും കളഞ്ഞു. ഇല്ല, പ്രതീക്ഷകൾക്കൊക്കെ ആയിഷ വന്നിട്ടുണ്ട് അല്ലേ? അശ്വിൻ ആയിഷ വന്നിട്ടുണ്ട്, ഇവിടെ അശ്വിൻ വന്നാണോ? വന്നിട്ടില്ലോ, അശ്വിൻ വന്നിട്ടുണ്ട്. എല്ലാരും വന്നിട്ടുണ്ട്. വാ ആയിഷ വാ, വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് സെറ്റാണ്. അശ്വിനും റെഡിയാണ്. ആരാണ് ആദ്യം പറയുന്നത്? ഞാൻ പറയാം. അശ്വിൻ വന്നിട്ടുണ്ട്. പറഞ്ഞോളൂ അശ്വിനെ, ഞങ്ങളെ കൊണ്ട് ഇൻട്രോ പറയിപ്പിച്ച ആളാണ്. അതുകൊണ്ട് എന്റെ പേര് മാറുന്നു. പിന്നെ എന്താ ഇൻട്രോ അശ്വിനായോ? അല്ല, എന്റെ പേര് ഇവിടെ മെൻഷൻ മറക്കില്ലേ. ഞാൻ മറക്കില്ല ഒരിക്കലും. ഞാൻ അശ്വിനായിട്ട് യാതൊരു ബന്ധമില്ല, എന്നാലും ഞാൻ അശ്വിനെ ഓർത്തു. അന്ന് വിളിച്ച് ഞങ്ങളെ ഇങ്ങോട്ട് പറയിപ്പിച്ചതല്ലേ. ത്രൂ ഔട്ട് എല്ലാ സെക്ഷനും എനിക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ചിലപ്പോ നടക്കുമ്പോഴത്തേക്ക് പുറത്തായിരിക്കും. അപ്പൊ കുറച്ചൊക്കെ എങ്ങനെയാലും ഒരു ½ ഒക്കെ എങ്ങനെയൊക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുമായിരുന്നു. പിന്നെ പുറത്തായതുകൊണ്ട് മാത്രം അങ്ങനെ ചിലത് മിസ്സായിട്ടുള്ളൂ. അപ്പൊ വീഡിയോ ഒക്കെ അല്ലാതെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് സ്നേഹം അയച്ചു തരുന്നുണ്ട്. അപ്പൊ അത് കയറി കാണുന്നുണ്ട്. പിന്നെ സ്നേഹം ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ എപ്പോഴും ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. എന്റെ ഫോണിൽ ഒരു ചെറിയ നോട്ടിഫിക്കേഷൻ വന്നാൽ മോട്ടിഫിക്കേഷൻ വല്ലതാണോ ആണോ എന്ന് ചോദിച്ചോണ്ടേ. അത് 10 മണി, രാത്രി 11 മണി, എപ്പോഴും ഇങ്ങനെ സംശയം മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പൊ ആദ്യമേ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതുപോലെ ഇങ്ങനെ മെന്ററെ വെച്ച് ക്ലാസ് എടുക്കണം, എന്തായതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ, അത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പൊ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് സെക്ഷനൊക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ആദ്യം അങ്ങോട്ട് അഡാപ്റ്റ് ആയില്ലായിരുന്നു. ഈ ഡിസ്റ്റൻസ് ലേണിംഗ് എന്നൊക്കെ കേട്ടപ്പോൾ ഒരു ചെറിയൊരു വലിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും മോട്ടിവേഷനും ഓരോ ക്ലാസ്സും എല്ലാം കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഇത്രയൊന്നും അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തതിൽ കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഭയങ്കര താങ്ക്ഫുൾ ആണ്. എന്റെ വാക്കുകളിൽ പൂർണ്ണം പറയാം, വേറെ ഒന്നും ഇല്ല എനിക്ക്. ഇത്രയൊന്നും പറയാം. താങ്ക് യു അശ്വിൻ, കേട്ടില്ലേ? താങ്ക് യു. ഓ, വെൽക്കം. ഓക്കെ, ഇനി ആരാ? ഹലോ മാം. സ്നേഹയാണോ? അതെ. പറഞ്ഞോളൂ. മാം, ഞാൻ എല്ലാ സെക്ഷൻസും അറ്റൻഡ് ചെയ്തിരുന്നു. ഞാന് ഈ പറഞ്ഞ മാതിരി ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ഡൗട്ടുകളായിട്ട് ഇതിലേക്ക് എത്തിച്ചേർന്ന ഒരാളാണ് ഞാൻ. അപ്പം ഈ പറഞ്ഞ മാതിരി ഒരു 10-11 ഇയേഴ്സ് ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഡിഗ്രിക്ക് വേണ്ടിയിട്ട്
വരുന്നത്. അപ്പം ഞാൻ മാത്രമാണോ എന്നുള്ള കുറെ ചിന്തകളായിരുന്നു ആദ്യം. പിന്നെ എന്നെ പോലെ ഒരുപാട് പേരുണ്ടെന്ന് കാണാൻ പറ്റി. ഇത് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്കൊരു കോൺഫിഡൻസ് തന്നെന്ന് തോന്നുന്നു. അലുമിനി ടോക്ക് ഉണ്ടായിരുന്നില്ലേ, കഴിഞ്ഞ സ്റ്റുഡൻസിന്റെ ടോക്ക്. അതെ അതെ. അപ്പം ഞാൻ അബുദാബിയിൽ നിന്നാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ഇപ്പോഴും ഒത്തിരി ടെൻഷൻസ് ഉണ്ട്. ടൈമിന് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ, എക്സാം ഇവിടെ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, നാട്ടിൽ വരാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള കുറെ ടെൻഷൻസ് ഉണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ്ങിനേക്കാളും ഒത്തിരി കോൺഫിഡന്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് ശ്രമിച്ചാല് കുറെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് പോസിറ്റീവായിട്ട് വരുന്നു വിശ്വസിക്കുന്നു. എല്ലാരും കൂടെ ഹെൽപ്പ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാവും തന്നെ എനിക്കിപ്പം ഈ സെഷൻസിലൂടെ എനിക്ക് അതാണ് മനസ്സിലായത്. അപ്പം എന്നെ പോലെ എല്ലാവർക്കും നന്നായി 3 ഇയറിൽ തന്നെ BBA ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു സ്നേഹ. ആയിഷനെ വിളിച്ചാലോ? ഹൈഫ മ്യൂട്ടാണേ. പറഞ്ഞു. ഞാനും ഓറിയന്റേഷൻ ക്ലാസ് ഫസ്റ്റ് മുതൽ ഇന്ന് വരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഫുൾ കറക്റ്റ് ആയിട്ടും. അപ്പം 1-2 ക്ലാസ് ഒക്കെ ഓറിയന്റേഷൻ ക്ലാസ് കിട്ടും, പെട്ടെന്ന് തീർക്കുന്ന ഒരു ഇതായിരിക്കും ഫസ്റ്റ് വിചാരിച്ചു. പക്ഷെ ബേസിക് കാര്യം മുതല് പറഞ്ഞു തന്നു. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഓള് BCom ആണ്. അപ്പൊ ഓള് ലാസ്റ്റ് ഇയർ ജോയിൻ ചെയ്തു. അപ്പൊ ഞാൻ ഓളെ അടുത്ത് എല്ലാം ഇങ്ങനെ ബേസിക് മുതൽ കാര്യം ഇങ്ങനെ ചോദിച്ചു വന്നോണ്ടിരുന്നു. അപ്പൊ എനിക്ക് അത്ര ഐഡിയ ഇല്ലേനു. പിന്നെ ഇതില് സ്റ്റാർട്ടിങ് മുതൽ ഇങ്ങനെ കേട്ട് എല്ലാ കാര്യവും ഇങ്ങനെ വന്നപ്പം ഒരു മൊത്തത്തിലൊരു ഓവർവ്യൂ കിട്ടി. പിന്നെ എനിക്കും അലൂമിനി സെക്ഷൻ ആണ് ഭയങ്കര ഇഷ്ടമായി. ആ ക്ലാസ് കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു ഗൂസ്ബംപ് അതിന് ഫുള്ള്. അപ്പോ ഓരോരോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തപ്പോഴും അപ്പൊ നമുക്കൊക്കെ എന്തായാലും പറ്റുമെന്നൊക്കെ തോന്നി. മൊത്തത്തില് നല്ലായിരുന്നു ഫുള്ള്. ത്രൂ ഔട്ട് ഈ ഒരു ജേണിയില് ഇങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലേൺ വൈസിന്റെ ഭാഗത്തുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് ശരിക്കും ഒരു ഊർജ്ജം ഉണ്ടാവില്ല, ഒരു തണുപ്പ് മട്ടിൽ ഇങ്ങനെ നിൽക്കും. ഇതിൽ ജോയിൻ ചെയ്തോണ്ട് പഠിക്കണം എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. ഇത് കണ്ടിന്യൂ ആയിട്ട് 3 ഇയർ പോകണം എന്നാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും. താങ്ക് യു. താങ്ക് യു ആയിഷ. പറ്റും കേട്ടോ, ആനെ പഠിക്കാനായിട്ട് പറ്റുവേ. ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കണ്ട ട്ടാ. ഇവരെല്ലാരും നമ്മൾ പേര് വിളിക്കാൻ നോക്കിയിരിക്കുവാണോ? ലാസ്റ്റ് സെഷനാ, പേര് വിളിച്ച് കേട്ടേണ്ട സെഷൻ അല്ല. ഹായ് ഗുഡ് ഈവനിങ് ഓൾ. ആരാണ്? കേൾക്കാവോ? കേൾക്കാം. ജെറീഷാണ്. എല്ലാരും ഫീഡ്ബാക്കും ഇങ്ങനെ കേൾക്കൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് പേര് വിളിച്ചതിനെ കൊണ്ട് പറയാന്ന് വിചാരിച്ചു. ഒന്നുമല്ല, കൂടുതൽ പറയുന്നതിൽ നല്ലത് കേട്ടിരിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ കേട്ടത്. അപ്പോ ഇതും തന്നെ എല്ലാരും ഫീഡ്ബാക്കിൽ നിന്ന് തന്നെ നമുക്ക് ഒരു സെയിം ഫീലാണ്, എല്ലാവർക്കും ഒരേ മൈൻഡ് ആണ് എന്നുള്ളത് മനസ്സിലായി. കാര്യങ്ങളൊക്കെ ഞാനും ഇപ്പൊ ഒരു 8 സെഷൻ പോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് 2 സെഷൻ പോലെ മിസ്സായിട്ടുണ്ട്. അപ്പൊ ഞാൻ സാൻഡ്ര മാമുമായിട്ടത് ഇന്നും സംസാരിച്ചാണ് നമ്മുടെ വീക്കിലി കോളില് കാര്യങ്ങളൊക്കെ. മാമിന്റെ ഭാഗത്തുനിന്നും ഓരോ സമയത്തും നമുക്ക് സമയബന്ധിതമായിട്ട് ഓരോ ടാസ്ക് ചെയ്യുമ്പോഴൊക്കെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു ലൈക്ക്. ആ ലൈക്കില് നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡന്റ് വന്നു. മാം ഇവിടെ ഉണ്ടായിരുന്നു അല്ലെ? സാന്ദ്ര മാമോ അല്ലേ? അതെ സാൻഡ്ര മാം. സാന്ദ്ര മാം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോ അറിയില്ല. പിന്നെ ഇപ്പൊ എല്ലാരും ഒരു ഫീഡ്ബാക്ക് കേട്ടപ്പോൾ ഞാനും ഇപ്പൊ പുറത്താണുള്ളത്, ഖത്തറിന്നാണ് സംസാരിക്കുന്നത്. ഇതേപോലെ ടൈം ടേബിൾ ഒക്കെ വന്നപ്പോൾ കുറച്ചും കൂടി ഒരു കോൺഫിഡന്റ് ആയി. പിന്നെ നമ്മൾ ആ ടാസ്കിൽ ടൈം ടേബിൾ ഒക്കെ ചെയ്ത് കൊടുത്തിരുന്നു. നമ്മളൊരു ടൈം ടേബിൾ ഒക്കെ ആദ്യം ഒന്ന് പേഴ്സണലി പ്രിപ്പയർ ചെയ്തിട്ട് ചെറുങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ട് തുടങ്ങിയതാണ് ഓൾറെഡി. അപ്പൊ ഇതും കൂടെ വന്നപ്പോ ഓക്കെ കംപ്ലീറ്റ് ആവും എന്നുള്ളൊക്കെ ഒരു കോൺഫിഡന്റ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാരും പറഞ്ഞപ്പോ അതെന്നെ മനസ്സിലായത്. എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ടൊന്ന് ഹെൽപ്ഫുൾ ആയി. ഈ NYSന്റെ ഒരു കറക്റ്റ് നിങ്ങൾ മെന്റേഴ്സ് ഒക്കെ തന്നെ അതിന്റെ ഒരു എനർജറ്റിക് ആയിട്ട് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ അതിങ്ങനെ കൊണ്ടുപോയി, അതൊരു ഓളത്തിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ രസമായിരുന്നു. ഒരു വിർച്വൽ, അതായത് റൈസ് സാർ പറഞ്ഞ പോലെ തന്നെ ഒരു വിർച്വൽ കോളേജ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടി തുടങ്ങി. ഇനി അങ്ങോട്ട് അതൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അതെ, നിലനിൽക്കും കേട്ടോ. ഓക്കെ താങ്ക് യു.
അപ്പൊ എല്ലാവർക്കും എന്നെ പോലെ തന്നെ എല്ലാവർക്കും ഒരു വിഷസ് ഒക്കെ അറിയിക്കുന്നു. എല്ലാവരും ഓരോ ഡ്രീമിലാണ് ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ അത് കറക്റ്റ് എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു ടു ഓൾ. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലേ സ്നേഹ മാം? അതെ, ഓക്കെ. ഓൾമോസ്റ്റ് എല്ലാരും ഹാപ്പി ആണല്ലോ അല്ലേ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി അതെ, അതെ, അടുത്ത ദിവസം തൊട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. അതെ. അപ്പൊ ഇനി പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് മുതൽ അല്ലെങ്കിൽ ഈ നിമിഷം മുതൽ ഒരു സ്റ്റുഡന്റും കൂടിയാണ്. അപ്പോൾ അതിനുള്ള ഒരു സ്പേസും കൂടി എന്താ പറയാ, നിങ്ങളുടെ ലൈഫിലെ ഒരു 1 hour നിങ്ങൾ എന്താണ് സ്റ്റുഡൻ്റായി മാറാനായിട്ട് ശ്രമിക്കുക. പഠിത്തത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊരു സ്പേസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഡെയിലി എന്താ പറയാ, നമ്മള് ശരീരത്തിനൊക്കെ ഒരു വർക്കൗട്ട് കൊടുക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ബ്രെയിനും നിങ്ങൾ വർക്കൗട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ ഇയേഴ്സിന്റെ ഗ്യാപ്പ് പ്രശ്നങ്ങളൊന്നും നിങ്ങളത് വലിയ രീതിയിൽ അഫക്ട് ചെയ്യില്ല. ഡെയിലി അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി കഴിഞ്ഞാൽ പതുക്കെ നിങ്ങൾ സെറ്റായി വന്നോളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നല്ല രീതിയിൽ നിങ്ങളുടെ പഠനം പോകട്ടെ. ഈ 3 നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങളുടെ BBA എന്ന് പറയുന്ന ഡിഗ്രി നിങ്ങൾക്ക് ഒരു ബാക്ക്ലോഗ്സോ അല്ലെങ്കിൽ അരിയേഴ്സോ ഇല്ലാതെ കൃത്യമായിട്ട് തേർഡ് ഇയറിൽ തന്നെ പോസിറ്റീവ് നോട്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, സ്നേഹ മാം എന്തെങ്കിലും വിഷസ് ഉണ്ടോ അവർക്ക്? വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങുക, ഞാൻ പറഞ്ഞല്ലോ ടൈം ടേബിൾ കിട്ടുക. ഇനി അതിന്റെ ഒരു ഇത് മാത്രമല്ല, നമ്മൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ടൈം ടേബിളിന്റെ ബേസിൽ നമ്മൾ തുടങ്ങുമ്പോഴത്തേന് നമുക്ക് അതിൻ്റെതായ ഒരു ചിട്ടയൊക്കെ വരുമല്ലേ. അപ്പൊ ആ രീതിയിൽ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകുക കേട്ടോ. ഇത്രയും നാൾ നമുക്കൊരു അറേഞ്ച് ഇല്ല, ഒരു 4 സബ്ജക്റ്റ് ഉണ്ട്, എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ല. പക്ഷെ ഇപ്പൊ നമുക്ക് എല്ലാത്തിനും ഒരു ക്ലിയർ ഐഡിയ കിട്ടും. അപ്പം അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ ഡ്രീം, അതായത് എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ച് വന്നിരിക്കുന്നത്, നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ കൊണ്ട് അല്ല നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ ഡ്രീം സക്സസ്ഫുൾ ആയിട്ട് അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് സഹായിക്കട്ടെ. കൂട്ടത്തിൽ സപ്പോർട്ടിന് ഞങ്ങളും കൂടെ കാണും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.